കാർഗിൽ യുദ്ധത്തിൽ മരിച്ച രാധാകുമാറിന്റെ 27ാമത് വീരമൃത്യു ദിനാചരണം കേരള പ്രദേശ് എക്സ് സർവീസ്മാൻ കോൺഗ്രസ് ഹരിപ്പാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. ടി.സി.സി ജനറൽ സെക്രട്ടറി മുഞ്ഞിനാട് രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കേരള പ്രദേശ് എക്സ് സർവീസ്മാൻ കോൺഗ്രസ് ഹരിപ്പാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച രാധാകുമാറിന്റെ 27ാമത് വീരമൃത്യു ദിനാചരണം സംഘടിപ്പിച്ചു. സംസ്ഥാന കൺവീനർ അനിൽ ചിങ്ങോലിയുടെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ ടി.സി.സി ജനറൽ സെക്രട്ടറി മുഞ്ഞിനാട് രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഇത്തരത്തിലൊരു സൈനികൻ കൊല്ലപ്പെടുന്നത്, വീരമൃത്യു പ്രാപിക്കുന്നത് ആദ്യത്തെ സംഭവമായിരുന്നു നമ്മുടെ നാട്ടിൽ. ഇപ്പോഴും ഓർക്കുന്നു, ഇവിടെ വലിയ തോതിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വലിയ പന്തലുകളും കമാനങ്ങളും വലിയ ആദരവോടുകൂടി ഔദ്യോഗിക ബഹുമതിയോടുകൂടി അദ്ദേഹം പഠിച്ച ചേപ്പാട് സ്കൂളിൽ ആ ഔദ്യോഗികതയായി നിർത്തുകയില്ല. ശേഷം ഇങ്ങോട്ട് വലിയ ജനാവലി ഈ പ്രദേശത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ എത്രയോ മടങ്ങ് ജനതവിയെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആ ശവസംസ്കാരവും ഒക്കെ നമ്മൾ കണ്ടു. ഇന്നലത്തെ പോലെ കൊല്ലം 27 കഴിഞ്ഞിട്ടും ഇപ്പോഴും എക്സ് സർവീസ്മാൻ കോൺഗ്രസ് പോലെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ ആ ദിനം സ്മരിക്കപ്പെടുന്നു എന്നുള്ളത് ഏറെ ഉചിതമാണ്, നമ്മുടെ കടമയാണ്. ആ കടമ വിസ്മരിക്കാതെ മുന്നോട്ട് പോകുന്ന ഈ സംഘടനാ ഭാരവാഹികളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കരാറുണ്ടായിരുന്നു. തണുപ്പ് കാലത്ത് രണ്ട് സേനകളും പിൻവാങ്ങണം എന്നൊരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ സൈന്യം ആ പോസ്റ്റിൽ നിന്നും ആ പ്രദേശത്ത് പിൻവാങ്ങി. പക്ഷേ ആ കരാർ പാലിക്കാതെ പാകിസ്ഥാൻ സൈന്യം ചെയ്തത് അവിടെ നിലനിന്നുകൊണ്ട് അതിർത്തി പ്രദേശങ്ങളിൽ ബങ്കറുകൾ സ്ഥാപിക്കുകയും സൈനിക എക്യുപ്മെന്റ് അവിടെ ലേഔട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവിടെ ഈ ആട്ടിടയന്മാരായിട്ടുള്ള സാധാരണ ജനങ്ങൾ അവിടെ യാത്ര ചെയ്ത് ഈ ആട്ടിനെ മേയ്ക്കാൻ പോകുമ്പോൾ നമ്മുടെ പ്രദേശങ്ങൾ കൂടി അവർ കൈയടക്കി അവർ ബങ്കറുകൾ സ്ഥാപിച്ചിരിക്കുന്നു. നമ്മളൊക്കെ സർവീസ് ചെയ്തിട്ടുണ്ട്. ലോങ് റൂട്ട് LRP ഒക്കെ പോകുമ്പോൾ 7-8 ദിവസത്തെ പാക്കേജുമായിട്ട് നമ്മൾ പോകുമ്പോൾ അങ്ങനെ പോയ സമയത്താണ് ഈ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോയപ്പോൾ നമ്മുടെ പ്രദേശങ്ങളിൽ കാർഗിലടക്കം അവർ നമ്മുടെ കൈയടക്കി വെച്ചിരിക്കുന്നു. അവർക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ള സമയത്താണ്, അതായത് അവർ ഹൈറ്റിൽ നമ്മൾ താഴെ. പക്ഷെ നമ്മുടെ ധീരജവാന്മാരുടെ ആത്മധൈര്യത്തിനും നമ്മുടെ കായിക ശേഷിയും അല്ലെങ്കിൽ യുദ്ധവീര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാർഗിൽ യുദ്ധം ജയിച്ചതും. പത്തനംതിട്ട അടക്കമുള്ള ഈ നമ്മളെല്ലാം ഫോട്ടോ കണ്ടിട്ടാവും കാർഗിൽ ഹില്ലിന്റെ മേളിൽ ഫ്ലാഗ് സ്ഥാപിച്ചത്. ബ്ലോക്ക് വൈസ് ചെയർമാൻ സുനിൽ കുമാരപുരം സ്വാഗതവും ബ്ലോക്ക് ജനറൽ കൺവീനർ പ്രശോഭൻ കൃതജ്ഞതയും പറഞ്ഞു. മുതുകുളം മണ്ഡലം പ്രസിഡന്റ് ശ്രീശാന്ത്, ചിങ്ങോലി മണ്ഡലം പ്രസിഡന്റ് MA കലാം, ജില്ലാ കമ്മിറ്റി അംഗം കേരളകുമാർ, സംഘടനാ ചുമതലയുള്ള ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി റെജി ഉമ്മൻ തുടങ്ങിയവർ പങ്കെടുത്തു. ബിജു ചിങ്ങോലി, സുരേഷ് മുതുകുളം, മനോഹരൻ, കാർത്തികപ്പള്ളി ബാലൻ, രഘുനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ് ഹരിപ്പാട്.